Hi friends, welcome to Garam Masala, the magic spices of cooking. ചട്ടിപ്പത്തിരി ഓർ ചട്ടിപ്പത്തൽ. ഇന്ന് നമുക്ക് മലബാർ സൂപ്പർ ഡെലീഷ്യസ് ഡിഷായ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഒരു സ്വീറ്റ് വേർഷനാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ട ചേരുവകൾ: ഫോർ ഫില്ലിംഗ് മുട്ട 2-3 എണ്ണം, കാഷ്യൂ നട്ട്സ് മുറിച്ചെടുത്തത് 3 ടേബിൾ സ്പൂൺ, റൈസൻസ് 3 ടേബിൾ സ്പൂൺ, തേങ്ങ 5 ടേബിൾ സ്പൂൺ, പഞ്ചസാര 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ, നെയ്യ് 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ, എള്ള് അല്ലെങ്കിൽ കസ്കസ് 3 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ. പത്തിരിക്ക് വേണ്ട ചേരുവകൾ: പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദ 1 കപ്പ്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. കോട്ടിങ്ങിന് വേണ്ട ചേരുവകൾ: പാൽ 1 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, മുട്ട 5-6 എണ്ണം, പഞ്ചസാര 2-3 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് റൈസൻസ് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി മുറിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടെ ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് എള്ളോ അല്ലെങ്കിൽ കസ്കസോ ചേർക്കാം. ഞാൻ ഇവിടെ എള്ളാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് തേങ്ങ ചേർക്കണം. തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 മുട്ട ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മുട്ട ചേർക്കാം. 4-5 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് പഞ്ചസാര, ഏലക്കാപ്പൊടി ഇവ ചേർത്ത് ഒന്നുകൂടെ ഇളക്കണം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കാം. ഇതിനു വേണ്ടി പ്ലെയിൻ ഫ്ലോറിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ മാവ് അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിനെ 7 ഈക്വൽ പോർഷനായി മാറ്റാം. ഇനി നമുക്കിത് ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഈ പത്തിരികളെല്ലാം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പത്തിരിയായി വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോയേണ്ട ആവശ്യമില്ല. 2 സൈഡും ചെറുതായി കുക്കായാൽ മതി. അടുത്തതായി നമുക്ക് 5-6 മുട്ട, പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇവ ചേർത്ത് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറായിട്ടുണ്ട്. അതായത് മുട്ട, പാൽ, പത്തിരി, ഫില്ലിങ്സ് ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു സോസ് പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം.
ഇത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഈ പാനിലാണ് നമ്മൾ പത്തിരി അസംബിൾ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പത്തിരി എടുത്ത് നമുക്ക് പാലിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ഇതിനെ മുട്ട ബീറ്റ് ചെയ്തതിൽ കൂടെ മുക്കിയെടുക്കണം. ഇതിനെ നമുക്ക് ഫസ്റ്റ് ലെയറാക്കി മാറ്റാം. പത്തിരി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഫില്ലിംഗ് വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ആദ്യം ചെയ്ത പോലെ പാലിലും മുട്ടയിലും മുക്കിയതിന് ശേഷം പത്തിരി നമുക്ക് സോസ് പാനിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി ഫില്ലിംഗ് വെക്കാം. ഇങ്ങനെ ഓരോ ലെയറും തയ്യാറാക്കണം. ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ട പത്തിരിയുടെ മുകളിലും സൈഡിലുമായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഏകദേശം 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലായി ഈ പാൻ വെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്ലിപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് സൈഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്യാം. ഇനി ഇത് ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചട്ടിപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. താങ്ക് യു.